നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അസൗകര്യം പറഞ്ഞ് ഔദ്യോഗിക വസതി ഒഴിഞ്ഞ മന്ത്രി വീണ ജോർജിനെ തൈക്കാട് ഹൌസ് കിട്ടിയേക്കും. കന്റോൺമെന്റ് പരിസരത്ത് വീണ താമസിച്ചിരുന്ന നിളയിലെ പുതിയ താമസക്കാരനാകാൻ ഒരുങ്ങുകയാണ് കടന്നപ്പള്ളി. മൻമോഹൻ ബംഗ്ലാവിലേക്ക് പുതിയ താമസക്കാരനായി മന്ത്രി സജി ചെറിയാനും എത്തും. സർക്കാരും ഗവർണറും കടുത്ത പോര് തുടരുന്നതിനിടെയാണ് രാജ്ഭവന്റെ അയൽക്കാരനായി മന്ത്രി സജി ചെറിയാന്റെ വരവ്. വിവാദങ്ങളിൽപ്പെട്ട് രാജിവെച്ച് രണ്ടാമതും മന്ത്രിസഭയിലേക്ക് എത്തി നാളേറെ ആയെങ്കിലും ഔദ്യോഗിക വസതി അനുവദിച്ച് കിട്ടിയിരുന്നില്ല. വാടക വീട്ടിലെ താമസം മതിയാക്കിയാണ് മന്ത്രി മൻമോഹൻ ബംഗ്ലാവിലേക്ക് എത്തുന്നത്. ആന്റണി രാജു രാജിവെച്ച് ഒഴിഞ്ഞ ശേഷം ചില്ലറ അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കി ഔദ്യോഗിക വസതി കൈമാറും. പ്രതിപക്ഷ നേതാവിന്റെ കന്റോൺമെന്റ് ഹൌസിന്റെ പടിക്കൽ തന്നെയായിരുന്നു ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ നില. അസൗകര്യം പറഞ്ഞ് മന്ത്രി അവിടെ നിന്ന് മാറിയിട്ട് ആഴ്ചകളായി. വീട് മാറി കഴിയുന്ന വീണ ജോർജിന് അഹമ്മദ് ദേവർകോവിൽ താമസിച്ചിരുന്ന തൈക്കാട് ഹൌസ് അനുവദിച്ചേക്കും. മന്ത്രി ഇറങ്ങിപ്പോയി അനാഥമായ നിലയുടെ നറുക്ക് കടന്നപ്പള്ളി രാമചന്ദ്രനാണ്. മന്ത്രിമാർക്കെല്ലാം കൊടുക്കാൻ സർക്കാരിന്റെ കയ്യിലുള്ള ഔദ്യോഗിക വസതി തികയില്ല. ഒരാളെപ്പോഴും വാടക വീട്ടിലാകും. കുടപ്പനക്കുന്നിലെ സ്വന്തം വീട് മതിയെന്ന് സർക്കാരിന്റെ വീട് വേണ്ടെന്നും ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ മുഖ്യമന്ത്രിയെ അറിയിച്ചതോടെ ആ പ്രശ്നവും ഒഴിവായി. ഏതായാലും കെ ബി ഗണേഷ് കുമാർ വന്നപ്പോഴേ പറഞ്ഞിരുന്നു, അദ്ദേഹം മന്ത്രിസ്ഥാനം ഏറ്റെടുത്തപ്പോഴേ പറഞ്ഞിരുന്നു തനിക്ക് ഔദ്യോഗിക വസതി വേണ്ട. അതുപോലെ തന്നെ പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങൾ ഒന്നും അല്ല, അവരെ കുറയ്ക്കും, അവരുടെ എണ്ണം കുറയ്ക്കും എന്നൊക്കെയുള്ള ചില കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ഇതിപ്പോൾ സർക്കാരിനും ഗുണകരമായിരിക്കുകയാണ്. ഏതായാലും കെ ബി ഗണേഷ് കുമാറിലേക്ക് തന്നെയാണ് എല്ലാവരും കൂടുതലായിട്ട് ഉറ്റുനോക്കുന്നത്. കാരണം അധികം വൈകാതെ എന്തൊക്കെ ഉത്തരവുകളെല്ലാം അദ്ദേഹം ഇറക്കും എന്നുള്ളത് തന്നെയാണ് ഇനി ഉയർന്നു വരുന്ന ഒരു ചോദ്യം. ഗതാഗത വകുപ്പിൽ കൂട്ടനിലവിളിയും തോറ്റമ്പാട്ടും ഉടൻ ഉണ്ടാകാനുള്ള സാധ്യതയും ഏറെയാണ്. പുതിയ മന്ത്രിയായി കെ ബി ഗണേഷ് കുമാർ ചാർജ് എടുത്തതോടെയാണ് ട്രാൻസ്പോർട്ട് കമ്മീഷണർ ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥരും കടുത്ത ആശങ്കയിലും ഉത്കണ്ഠയിലുമായത്. ആദ്യ പരിഷ്കാരമായി ഗതാഗത കമ്മീഷണർ എസ് ശ്രീജിത്ത് വഴി CPM നടപ്പാക്കിയ സ്ഥല മാറ്റപ്പട്ടിക കീറി ഗണേഷ് അടുക്കള പുറത്തേക്ക് എറിഞ്ഞിരുന്നു. ശനിയാഴ്ച സെക്രട്ടേറിയറ്റിലെത്തിയ മന്ത്രി കെ ബി ഗണേഷ് കുമാർ ജനുവരി 1 മുതൽ താൻ പറയുന്നത് മാത്രം വകുപ്പിൽ നടന്നാൽ മതിയെന്ന് കർശന നിർദ്ദേശം നൽകിയിരുന്നു. ഗതാഗത വകുപ്പിലെയും KSRTCയിലെയും ഉന്നതർ മുട്ടിടിച്ച് എല്ലാം കേട്ടുനിന്നു. ട്രാൻസ്പോർട്ട് കമ്മീഷണർ എസ് ശ്രീജിത്ത് ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥർ എത്രയും വേഗം ഗതാഗത വകുപ്പ് വിടാൻ ഒരുങ്ങുകയാണ്. അതേസമയം തനിക്ക് വിശ്വസ്തരായ ഉദ്യോഗസ്ഥരെ വകുപ്പിൽ നിയമിക്കാൻ ഗണേഷും ശ്രമം തുടങ്ങി. ഗതാഗത വകുപ്പിലെ പുതിയ പരിഷ്കാരങ്ങളെ അതീവ കൗതുകത്തോടെയാണ് CPM മുഖ്യമന്ത്രി പിണറായി വിജയനും കാണുന്നത്. ഗണേഷ് കുമാറിനെ കയറൂരി വിട്ടാൽ എന്തും സംഭവിക്കാമെന്ന മുന്നറിയിപ്പ് ചില നേതാക്കൾ മുഖ്യമന്ത്രിക്ക് നൽകിയിട്ടുണ്ട്. എന്നാൽ ഗണേഷ് കുമാറിനെ തൽക്കാലം നിയന്ത്രിക്കേണ്ടതില്ലെന്ന അഭിപ്രായമാണ് മുഖ്യമന്ത്രിക്കുള്ളത്. പുതിയ മന്ത്രിയുടെ തീരുമാനങ്ങൾ ഏതായാലും CPMന് അത് വലിയ പൊല്ലാപ്പുണ്ടാക്കുമെന്നുള്ള ഒരു ചോദ്യവും ഉയരുന്നുണ്ട്. ഇത്രയും നാൾ കേരളം കണ്ടുകൊണ്ടിരിക്കുന്ന മുഖ്യമന്ത്രിയും 19 അടിമകളും എന്ന ചിത്രത്തിന് തൽക്കാലം കർട്ടൻ വീഴുകയാണ്. ഇനി മുഖ്യമന്ത്രിക്ക് നേരെ ഗണേഷ് കുമാറിന്റെ ശബ്ദം ഉയരും. അദ്ദേഹം താൻ വെട്ടിയ വഴിയിലൂടെ മാത്രമേ സഞ്ചരിക്കുകയുള്ളൂ. പൊതുമരാമത്ത് മന്ത്രി റിയാസിന് ഇത് നന്നായി അറിയാം. ജനാധിപത്യത്തിൽ മന്ത്രിക്കാണ് പ്രമുഖ സ്ഥാനമെന്ന് ഗണേഷ് കുമാർ വിശ്വസിക്കുന്നു. ഉദ്യോഗസ്ഥർ മന്ത്രിയെ സഹായിക്കാനിരിക്കുന്നവർ മാത്രമാണെന്നാണ് ഗണേഷിന്റെ വിശ്വാസം. താൻ ആന്റണി രാജുവിനെ പോലെ ആയിരിക്കില്ലെന്ന കൃത്യമായ വിവരം ഗണേഷ് ഉദ്യോഗസ്ഥർക്ക് നൽകിയിട്ടുണ്ട്. വകുപ്പിൽ ഒരു ഇലനങ്ങിയാൽ പോലും താൻ അറിഞ്ഞിരിക്കണം. തന്റെ അനുവാദമില്ലാതെ സ്ഥലം മാറ്റങ്ങൾ നടത്തരുത്. ഗതാഗത വകുപ്പിലെ അഴിമതികൾ താൻ നേരിട്ട് പരിശോധിക്കും. ജനങ്ങളുടെ പരാതികൾ താൻ നേരിട്ട് കേൾക്കും. ഏതാനും വർഷങ്ങളായി ഗതാഗത വകുപ്പിൽ നടക്കുന്നത് കെടുകാര്യസ്ഥതയാണെന്നും ഗണേഷ് കുമാർ വിശ്വസിക്കുന്നുണ്ട്. അതിനനുസരിച്ച് പ്രവർത്തിക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം.